ചില നാളുകാർ നമ്മൾ ഈ ജ്യോതിഷമൊക്കെ മറ്റേ നമ്മുടെ നാളിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് ഈ ഇന്ന നാളുകാർ അത് ഇന്ന സ്വഭാവ സവിശേഷത ഉള്ളവരായിരിക്കും, ഇന്ന നാളുകാർ അങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓരോ നാളുകാരുടെ പ്രത്യേകത, ഓരോ നാളുകാർ. പക്ഷെ അവിടെ ഈ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ആ ജാതകത്തിലെ ഫലങ്ങളും കൂടി അതിനെ ആശ്രയിച്ചിരിക്കും. ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ള ജാതകത്തിലെ ഫലങ്ങൾ കൂടി ആശ്രയിച്ചിരിക്കും. ഇവിടെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രന് ബലമുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ ആ നക്ഷത്രങ്ങളുടെ ഫലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളൂ. ഇപ്പോൾ കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ നക്ഷത്രത്തിലാണ്, നക്ഷത്ര സമൂഹത്തിലാണ് ഒറ്റ നക്ഷത്രങ്ങളുമുണ്ട്, രണ്ട് മൂന്നും കൂടുന്ന നക്ഷത്ര സമൂഹങ്ങൾക്കും ഈ പേരുണ്ട്. അവിടെ അന്ന് ചന്ദ്രൻ നിൽക്കുന്നതാണ് ഈ ആ നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. ഇപ്പോൾ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാട നക്ഷത്രത്തിലാണ് അന്ന് ചന്ദ്രൻ നിന്ന് എന്നർത്ഥം. ഉത്രാടം ഞാറ്റുവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിലാണ് ആ സമയത്ത് സൂര്യൻ നിൽക്കുന്നത് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞായറ് എന്ന് പറയുന്നത് സൂര്യനെയാണ്. ഞാറ്റുവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പാടത്ത് നടന്ന ഞാറുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഞായറെന്ന് പറയുന്നത് സൂര്യനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ്, ആ സമയത്ത് തിങ്കളാഴ്ച ചന്ദ്രൻ പ്രത്യേകം പറയണല്ലോ. അപ്പോൾ ഇത് പറയുന്നത് ശരിയല്ലേ? ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ്, തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ്, അങ്ങനെയാണല്ലോ ആ മുറയ്ക്ക് പോകുന്നത്. അതിൽ ചെറിയൊരു വ്യത്യാസം നമുക്കിപ്പോൾ വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്, വെള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് ശുക്രനെയാണ്. ബാക്കിയെല്ലാം ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിന് വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഉത്രാടം ഞാറ്റുവേലയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാട നക്ഷത്രത്തിൽ അന്ന് ആദിത്യം നിൽക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ പൊതുവെ ആളുകൾ ഈ പറയുന്ന രീതിയിൽ തിരുവാതിര ഞാറ്റുവേല കേട്ടിട്ടുള്ളൂ എന്ന് മാത്രം. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.